മച്ചാന്മാരെ, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഒരു ഐറ്റം ഒന്നും പറയാൻ പറ്റത്തില്ല. ആധുനിക കാലഘട്ടം മുതൽ ആൾക്കാർ കപ്പ തീയിലിട്ട് ചുട്ടും അത് കഴിഞ്ഞിട്ട് ചേമ്പും പിന്നെ കപ്പയും കൂടെ ഒരുമിച്ചിട്ട് പുഴുങ്ങിയൊരു ഇതുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഇതിലേക്ക് പോവുകയാണ് മച്ചാന്മാരെ. അപ്പോൾ നമ്മുടെ വിഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേമ്പും കപ്പയും കൂടെ ഒരുമിച്ചിട്ട് പുഴുങ്ങിയിട്ട് നമ്മളത് മുളക്, നമ്മുടെ കാന്താരി മുളകും കൂട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ മച്ചാന്മാരെ, അതിനാവശ്യമുള്ള കിഴങ്ങ് നമ്മളൊരു 1 കിലോ മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കപ്പ, അതുകൊണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് ചെത്തി ഒന്ന് വൃത്തിയാക്കി കഷ്ണം കഷ്ണമായിട്ട് എടുക്കാം. അപ്പം മച്ചാന്മാരെ, നമുക്ക് ചെറുകെ നമ്മുടെ കപ്പയൊക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. മച്ചവരെ, നമ്മൾ ചേമ്പിങ്ങനെ രണ്ട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ നൈസ് ഒരു വീഡിയോ കേട്ടോ. നമുക്കൊക്കെ വീട്ടിൽ ചെയ്തു പോയ വീഡിയോകളാണ്. നമ്മൾ ചുമ്മാ അങ്ങ് മച്ചമരം നമ്മൾ ഇത് രണ്ടായിട്ടൊന്നേ പൊളത്തി ഇത് കേട്ടോ. അപ്പം മച്ചമരം, നമുക്ക് നമ്മുടെ മരച്ചീനിയും നമ്മുടെ കിഴങ്ങും കൂടെ ഒന്ന് കഴുകിയെടുക്കാം, വൃത്തിയാക്കാം. ഇത് നല്ലപോലൊന്ന് കഴുകി വൃത്തിയാക്കണം. ചെളിയുണ്ട്. അപ്പം മച്ചന്മാരെ, നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ഇതുപോലൊക്കെ ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ കൂട്ടുകാരെ കൂടി നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും കേട്ടോ. ചെറിയ നമ്മൾ
അപ്പം മച്ചാമാരെ നമ്മളെല്ലാം കഴിയെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് വിറക് വേണം. അപ്പോൾ നമ്മൾ കുറച്ച് വിറക് ചേർക്കേണ്ടി വരാം. അപ്പം മച്ചാമാരെ നമുക്ക് നമ്മുടെ വിറകെടുത്ത് തീ കത്തിക്കാം. അപ്പോൾ നമുക്ക് കലം വെച്ച് കൊടുക്കാം. കപ്പയും നമ്മുടെ ചേമ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നൈസായിട്ട് അപ്പോൾ നമുക്കിന്ന് അടച്ചു വെക്കാം. അപ്പം മച്ചമാരെ നമ്മുടെ കപ്പയും ചേമ്പൂടെ ഇവിടെ തകർത്ത് വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നേരെ പോയി തൊട്ടുവിടാൻ തരും വേണ്ടേ. അപ്പോൾ നമുക്ക് കാന്താരി പറിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കാന്താരി മുളകിൻ്റെ ഒരു റെസിപ്പി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പം മച്ചാമാരെ നമ്മുടെ അത് വെള്ളം വെട്ടി തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കപ്പ അങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റെഡിയായിട്ട് വരുന്നുണ്ട് മച്ചാമാരെ, റെഡിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മച്ചാമാരെ നമ്മുടെ കപ്പയും ചേമ്പും കൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറുകെ അത് കൊണ്ടുപോയി ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. വേണ്ട അതൊക്കെ അങ്ങനെ വെന്ത് പക്കയായിട്ടുണ്ട്. പക്ഷേ ഇച്ചിരി വേവ് കൂടിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ കൊച്ചു കലമായിരുന്നു. അപ്പം അതിലൂടെ നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ കാന്താരി, ഉപ്പ്, പിന്നെ നമ്മുടെ ഉള്ളി, പിന്നെ നമ്മുടെ എണ്ണയും കൂടെ ചേർത്തൊന്ന് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ അച്ചു ആണ്. അപ്പോൾ നമ്മുടെ അനന്തുമുണ്ട്. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകും. ഒരെണ്ണം എടുത്തിട്ട് നമ്മൾ നൈസായിട്ട് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഓ സൂപ്പർ കേട്ടോ, അടിപൊളി. എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു എണ്ണമയവും അതും എല്ലാം കൂടെ ആ ഉപ്പും എല്ലാം കൂടെ പിടിച്ചിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സെറ്റപ്പായിട്ടുണ്ട്. ആ സൂപ്പർ. അനന്തോ എങ്ങനെയുണ്ടെന്ന് പറയണം. എങ്ങനെയുണ്ട്? സൂപ്പർ, അടിപൊളി. അടിപൊളിയല്ലേ? ഓക്കെ, നമ്മൾ ചെറുക ഇങ്ങനെ എടുത്തിട്ട്
അപ്പോൾ മച്ചന്മാരെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുതുന്നു. അടിപൊളി പക്ക ടേസ്റ്റാണ്. ഇടയ്ക്കൊക്കെ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമ്മൾ കൂട്ടുകാരൊക്കെ കൂടി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് പിച്ചാത്തിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പം കൊച്ചുപിള്ളേരൊന്നും ഇതൊന്നും അനുകരിക്കരുത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ ടക്കേന്ന് പോരുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ എവിടെയെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്തേക്കണം. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ നമ്മുടെ വീഡിയോ ടക്കേ നിങ്ങളുടെ മുന്നോട്ടെത്തും. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.